CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. 48ാമത് വയലാർ രാമോർമ്മ സാഹിത്യ അവാർഡ് അശോകൻ ചെരുവിലിന്. കാട്ടൂർക്കടവ് എന്ന കൃതിക്കാണ് പുരസ്കാരം. വയലാർ രാമോർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് സാഹിത്യകാരനുമായ പ്രൊഫസർ ജി ബാലചന്ദ്രനാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. 1 ലക്ഷം രൂപയും ശില്പി കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായി. ചാവക്കാട് മണത്തല മുല്ലത്തറയിൽ കാറും ബസും കൂട്ടിയിടിച്ച് അപകടം. കുട്ടികൾ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന ആലുവ സ്വദേശികളായ മാലോത്തുപറമ്പിൽ ഇസഹാക്ക്, ഷൈല, മുഹമ്മദ് അസ്മിൽ, മുഹമ്മദ് ആരിഫ്, അദീബ എന്നിവരെ മണത്തല ലാസു ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രൂക്ഷമായ കാട്ടുപന്നി ശല്യം നിയന്ത്രിക്കാൻ കർമ്മ പദ്ധതിയുമായി ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത്. കാട്ടുപന്നികളും ക്ഷുദ്രജീവികളും വരുത്തുന്ന വ്യാപക കൃഷിനാശത്തെ തുടർന്ന് പഞ്ചായത്ത് പരിധിയിലെ കർഷകർ, കർഷക സംഘടനാ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ യോഗം ചേർന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സേവ് ഗുരുവായൂർ മിഷൻ പ്രസിഡന്റും നടനുമായ ശിവജി ഗുരുവായൂർ, ജനറൽ സെക്രട്ടറി അജു M ജോണി എന്നിവരുടെ അനിശ്ചിതകാല നിരാഹാരം 2ാം ദിവസവും തുടരുന്നു. ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെ തെരുവോരങ്ങളിൽ കഴിയുന്നവരെ നഗരസഭയും ദേവസ്വവും മുൻകൈയെടുത്ത് പുനരധിവസിപ്പിക്കുക, റെയിൽവേ മേൽപ്പാലത്തിന് താഴെ സാമൂഹ്യവിരുദ്ധരെ സംരക്ഷിക്കുന്ന നിലപാട് തിരുത്തുക, ക്ഷേത്രനഗരിയിൽ വർദ്ധിച്ചുവരുന്ന മോഷണങ്ങൾ തടയാൻ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സേവ് ഗുരുവായൂർ മിഷൻ എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നിരാഹാരം ആരംഭിച്ചത്. ഗുരുവായൂരിലെ അഷ്ടമിരോഹിണി കലാസംഘത്തെ തിരുപ്പതി ദേവസ്ഥാനത്തേക്ക് യാത്രയാക്കി. തിരുമല തിരുപ്പതി ദേവസ്ഥാനത്ത് ബ്രഹ്മോത്സവത്തിന്റെ ഭാഗമായുള്ള ഗരുഡ സേവാ ചടങ്ങിൽ തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിലായി കലാപരിപാടികൾ അവതരിപ്പിക്കാനാണ് സംഘം യാത്രയായത്. കേരള പോലീസ്, എക്സൈസ്, മോട്ടോർ വെഹിക്കിൾ വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കുന്നംകുളം മേഖലയിലെ സ്വകാര്യ ബസ്, ഓട്ടോ, ടാക്സി തൊഴിലാളികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായുള്ള കലാപരിപാടികൾക്ക് വി പ്രദീപ്, ഗുരുവായൂർ ശശിമാരാർ എന്നിവരുടെ അഷ്ടപതിയോടെ തുടക്കം കുറിച്ചു. കോട്ടോൽ ശൈഖ് വലിയുള്ളാഹി ഷംസുൽ ആരിഫിൻ ബിരാവുണ്ണി മുസ്ലിയാരുടെ 49ാം ആണ്ട് നേർച്ചയിൽ പങ്കെടുക്കാൻ ആയിരങ്ങളെത്തി. നേർച്ചയുടെ ഭാഗമായി പ്രഭാഷണവും ദുആ മജ്ലിസും ഉണ്ടായിരുന്നു. പുന്നയൂർകുളം പഞ്ചായത്ത് 15ാം വാർഡിന്റെ നേതൃത്വത്തിൽ നാടിന് അഭിമാനമായി മാറിയ ദിയ ഫാത്തിമയെയും അനൽ കൃഷ്ണയെയും ആദരിച്ചു. നവരാത്രി ആഘോഷങ്ങളോടനുബന്ധിച്ച് എരുമപ്പെട്ടി ഉമാമഹേശ്വര നൃത്ത വിദ്യാലയം ഒരുക്കിയ ബൊമ്മക്കൊലു പ്രദർശനം ഭക്തിസാന്ദ്രം. ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗത്തിലുമുള്ള രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നൃത്താധ്യാപികയും ചേർന്നാണ് ബൊമ്മക്കൊല്ലു തയ്യാറാക്കിയിരിക്കുന്നത്. എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച സ്ത്രോത്ര മണ്ഡപത്തിന്റെ സമർപ്പണം കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ ഡോക്ടർ MK സുദർശൻ നിർവഹിച്ചു. വടക്കേക്കാട് അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നാടിന് അഭിമാനമായി മാറിയ വടക്കേക്കാട് പഞ്ചായത്ത് മെമ്പറെയും മകനെയും ആദരിച്ചു. CPM തൈക്കാട് ലോക്കൽ കമ്മിറ്റി മുൻ സെക്രട്ടറിയും ദീർഘകാലം തൈക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന CC വർക്കിയുടെ 1ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കിയ അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ പുരസ്കാരം. ശനിയാഴ്ച നടന്ന SFA ജില്ലാ സമ്മേളന വേദിയിൽ മന്ത്രി MB രാജേഷിൽ നിന്നും CSA ഭാരവാഹികൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഫാദർ ഡേവിസ് ചിറമലിന്റെ ആശയത്തിന് ജോജി പോന്നോർ തിരക്കഥ എഴുതി സംവിധാനം നിർവഹിച്ച ആർത്തി ഷോർട്ട് ഫിലിമിന്റെ ആദ്യ പ്രദർശനവും അണിയറ പ്രവർത്തകരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. നവാഗത എഴുത്തുകാരിയും കൂനമുച്ചി സ്വദേശിനിയുമായ സെറീന ടീച്ചർക്ക് ആദരമൊരുക്കി കൂനമുച്ചി സൽസംഘ്. കൂനമുച്ചി പാറക്കുളം റോഡിൽ സെറീന ഹനീഫയുടെ വസതിയിലെത്തിയാണ് സൽസംഘം പ്രവർത്തകർ ആദരമർപ്പിച്ചത്. CV ശ്രീരാമൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള ശ്രീരാമൻ സ്മൃതി പുരസ്കാരത്തിന് സലിം ഷെരീഫിന്റെ പൂക്കാരൻ എന്ന കഥാസമാഹാരം തെരഞ്ഞെടുത്തതായി ട്രസ്റ്റ് ഭാരവാഹികളായ VK ശ്രീരാമൻ, TK വാസു എന്നിവർ അറിയിച്ചു. വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നുവരുന്ന ശാസ്ത്ര സാങ്കേതിക പ്രദർശനം വൈവിധ്യ 2024-25 കാണികളെ ത്രസിപ്പിച്ച സൂപ്പർ ബൈക്ക് വിന്റേജ് കാർ പ്രദർശനം അഗ്നിചക്ര ലിഗ റോബോട്ടിക്സ് പോയും ശ്രദ്ധേയമായി.
കടങ്ങോട് പഞ്ചായത്ത് മത്സ്യവിതരണ അനുബന്ധ തൊഴിലാളി യൂണിയൻ CITU വയനാടിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച 1,60,700 രൂപ കുന്നംകുളം MLA AC മൊയ്തീന് കൈമാറി. ചിറ്റഞ്ഞൂർ കാവിലക്കാട് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് അഞ്ഞൂർ പൂങ്ങോട്ടുമന സരസ്വതി കലാകേന്ദ്രത്തിൽ അഭ്യസിച്ച കുട്ടികളുടെ പഞ്ചാരിമേള അരങ്ങേറ്റം നടന്നു. പന്നിത്തടം മാത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ മാസത്തിലെ ആദ്യ ഞായറാഴ്ച നടത്തിവരാറുള്ള 1000 കുടം ജലധാരാഭിഷേകം നടന്നു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യെൽദോ മോർ ബസേലിയോസ് ബാവയുടെ 339ാമത് ഓർമ്മ പെരുന്നാളും ബാവയുടെ തിരുശേഷിപ്പ് വണക്കവും ഭക്തിസാന്ദ്രമായി. ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു ഓർമ്മ പെരുന്നാൾ ആഘോഷം. ചൊവ്വന്നൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ധന്യൻ അഗസ്റ്റിൻ ജോൺ ഊക്കനച്ഛന്റെ 68ാം ശ്രാദ്ധാചരണത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി ഫൊറോന തല സെമിനാർ സംഘടിപ്പിച്ചു. പുനീർകുളം കൗക്കാനപ്പെട്ടി ALP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി 100 വൃക്ഷത്തൈ നടീൽ സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് 14ാം വാർഡിലെ ദീപ്തി കുടുംബശ്രീ യൂണിറ്റിന്റെ രജത ജൂബിലി വാർഷികാഘോഷം സംഘടിപ്പിച്ചു. കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂൾ കിൻഡർ ഗാർട്ടനിൽ ലിറ്റിൽ ചാംപ്സ് എന്ന പേരിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കേരള യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്നും BDS ബിരുദത്തിൽ 2ാം റാങ്ക് കരസ്ഥമാക്കി KB ബിൻസ. അക്കിക്കാവ് PSM കോളേജ് ഓഫ് ഡെന്റൽ സയൻസ് ആൻഡ് റിസർച്ചിലെ വിദ്യാർത്ഥിനിയായിരുന്ന ബിൻസ പാറേമ്പാടം കൂത്തൂർ വീട്ടിൽ ബെനറ്റിന്റെയും ജിൻസിയുടെയും മകളാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചാലിശ്ശേരി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മെയിൻ റോഡ് സെന്ററിൽ പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണത്തിന് സംവിധാനമൊരുക്കി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.